എങ്ങനെ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റും? ഇതെന്റെ ചോദ്യമല്ല, കാലാകാലങ്ങളായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി പല അബദ്ധങ്ങളിലും പോയി ചാടും. അവസാനം ഉള്ള പൈസ കൂടെ പോയി ആകാശത്ത് നക്ഷത്രം നോക്കിയിരിക്കേണ്ടി വരും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ്, ഓൺലൈൻ സ്കാംസ്. നമുക്കറിയാം, നമ്മുടെ ജീവിതം ഓൾമോസ്റ്റ് എല്ലാം ഇപ്പോൾ ഓൺലൈൻ ആയിട്ടുണ്ട്. വിദ്യാഭ്യാസം, കൂട്ടുകാർ, എന്റർടൈൻമെന്റ്, നമ്മുടെ സാമ്പത്തിക ഇടപാടുകൾ എല്ലാം ഓൺലൈനാണ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പും ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ്. ദിവസവും എത്രയോ ഓൺലൈൻ തട്ടിപ്പുകളുടെ വാർത്തകളാണ് നമ്മൾ വായിക്കാറുള്ളത്. സോ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ചില ഓൺലൈൻ തട്ടിപ്പുകളെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോവാം. ഒന്നാമതായി, ട്രൈ ഫോൺ കോൾ സ്കാം അഥവാ ടെലിഫോൺ റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്നാണ് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് ഫോൺ കോൾ വരും. നിങ്ങളുടെ ഈ മൊബൈൽ നമ്പർ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്പർ നഷ്ടപ്പെടാതിരിക്കാൻ അല്ലെങ്കിൽ പുതിയ കേസുകൾ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഫൈൻ അടക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ കോള് വരിക. അവരുടെ സംസാരം നമുക്ക് വിശ്വസനീയമായ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഇതിൽ കൂടുതലായും വീണ് പോകുന്ന കുറച്ചൊക്കെ പ്രായമായിട്ടുള്ള ആളുകളാണ്. അവർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ സ്വാഭാവികമായി അവരുടെ മക്കള് പല തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയും ഫോൺ ഉപയോഗിച്ചോ എന്ന് പേടിച്ചുകൊണ്ട് അവർ ചോദിക്കുന്ന 2000, 3000 ഒക്കെ അയച്ചു കൊടുത്ത് ഇനി അതിന്റെ പേരിൽ ഒരു കേസ് വേണ്ട എന്ന് വിചാരിക്കും. ശരിക്കും ഇത് വലിയൊരു തട്ടിപ്പാണ്. ഈ രൂപത്തിൽ ഒരുപാട് ആളുകളുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫോണിലേക്ക് അങ്ങനെ ഒരു ഫോൺ കോൾ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടാം, സൈബർ സെല്ലുമായി ബന്ധപ്പെടാം. ഒരിക്കലും ഇത്തരം ആളുകൾക്ക് നിങ്ങൾ പൈസ അയച്ചു കൊടുക്കരുത്. രണ്ടാമത്, ഇതുപോലെ തന്നെയുള്ള ഒരു സ്കാമാണ്, ഇതേ മോഡലാണ്. അഥവാ നിങ്ങൾ ആർക്കെങ്കിലും പാർസൽ അയച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങൾക്ക് പാർസൽ അയച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സ്കാമേഴ്സ് മനസ്സിലാക്കും. എന്നിട്ട് അവർ നിങ്ങളുടെ ഫോണിൽ വിളിക്കും. നിങ്ങൾ അയച്ച പാർസൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അയച്ച പാർസൽ അതിൽ ലഹരി വസ്തുക്കളോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പാർസൽ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് നിങ്ങൾക്ക് ഫൈൻ ഉണ്ട്, അത് അടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കോൾ വരും. ഇതിലും പല ആളുകളും പെട്ടുപോയിട്ടുണ്ട്. അതുപോലെ മൂന്നാമത്തെ ഒരു സ്കാമാണ് വിർച്വൽ അറസ്റ്റ്. ഇപ്പൊ അടുത്ത കാലത്ത് വരെ നമ്മൾ അത്തരം പോലീസിന്റെ വേഷം ധരിച്ചുകൊണ്ട് നിങ്ങളെ വീഡിയോ കോൾ ചെയ്യും. വീഡിയോ കോൾ ചെയ്ത് അവരുടെ വേഷമൊക്കെ കാണുമ്പോൾ നമ്മൾ ഒറിജിനൽ പോലീസാണെന്ന് തെറ്റിദ്ധരിക്കും. അവർ നിങ്ങളോട് പറയും നിങ്ങളുടെ പേരിൽ കേസുകളുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങളെ വിർച്വൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളിപ്പോൾ അറസ്റ്റിലാണ്, അതുകൊണ്ട് ഫൈൻ അടക്കണം എന്നുള്ള രൂപത്തിലൊക്കെ സംസാരിച്ചുകൊണ്ട് പണം തട്ടുന്ന രീതി. ഇത് വ്യാപകമായിട്ട് പലപ്പോഴും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ പോലീസ് ഒരിക്കലും വിർച്വൽ അറസ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ക്ലിയർ ആക്കാവുന്നതാണ്. ഇത്തരം തട്ടിപ്പുകൾ കണ്ടാൽ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടുക. നാലാമതായിട്ട്, ട്രേഡിങ്ങിലൂടെ പണം ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് വരുന്ന ചില സ്കാമേഴ്സാണ്. നമ്മുടെ രാജ്യത്ത് ട്രേഡിംഗ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള നിയമങ്ങളുണ്ട്, പലരും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സ്കാമേഴ്സ് പല പരസ്യങ്ങളിലൂടെയും പലതരത്തിലുള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആപ്പുകൾ പരിചയപ്പെടുത്തും. അതൊരിക്കലും നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ആപ്പുകളല്ല. അവർ നമ്മളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാഷ് വ്യത്യസ്ത കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് ഹൈ റിട്ടേൺ ആയിരിക്കും അവർ ഓഫർ ചെയ്യുക. അപ്പോൾ നമ്മൾ അത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുകയും അവർ പറയുന്ന കമ്പനികളിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കമ്പനികൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യും. എന്നാൽ ഒരിക്കലും നമുക്ക് ആ കമ്പനിയിൽ ആ പണം എത്തില്ല എന്ന് മാത്രമല്ല, നമ്മൾ ഇട്ട പണം മുഴുവൻ ആ കമ്പനിയുടെ ഷെയർ ആയിട്ടല്ല ഇവരുടെ അക്കൗണ്ടിലേക്കാണ് പോവുക. പിന്നീട് ആ പണമോ മറ്റോ നമുക്ക് തിരിച്ചു കിട്ടില്ല. അങ്ങനെ ആപ്ലിക്കേഷൻ പോലും, അങ്ങനെ സോഫ്റ്റ്വെയർ പോലും പിന്നീട് ഉണ്ടാവില്ല. അതുപോലെ ഏറ്റവും അവസാനമായിട്ട് ഒരു സ്കാം കൂടി ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് പരസ്യങ്ങൾ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ചില പോസ്റ്റുകൾ ലൈക്ക് ചെയ്തുകൊണ്ടോ പണം തരാമെന്ന് പറയുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള സ്കാമാണത്. നമുക്ക് അവരുടെ വെബ്സൈറ്റുകളിൽ കയറാൻ പറ്റും. ആ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് അവർ ചില വീഡിയോസ്, ചില പരസ്യങ്ങൾ നമ്മളോട് കാണാൻ പറയും. നമുക്കതിലൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഓരോ പരസ്യം കാണുമ്പോഴും അതിലേക്ക് പണം ഇങ്ങനെ കയറുന്നതായിട്ട് നമുക്ക് കാണിക്കും. സ്വാഭാവികമായിട്ടും അത് $10, $100, $500 ഒക്കെ ആയിട്ട് കാണിക്കും. നമ്മളത് വലിയ സന്തോഷത്തിൽ തന്നെ സ്വീകരിക്കും. കാരണം അത്രയും പൈസ വെറുതെ പരസ്യം കണ്ട് കിട്ടുകയാണല്ലോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ പൈസ വിഡ്രോ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അവരിതിന്റെ പ്രോസസ്സിംഗ് ഫീസാണ് എന്ന് പറഞ്ഞ് നിങ്ങളേക്കുന്ന ഒരു എമൗണ്ട് മേടിക്കും. സ്വാഭാവികമായിട്ടും ചിലപ്പോൾ $1000, $2000 ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ വിചാരിക്കും $100 എൻ്റെ അക്കൗണ്ടിലുണ്ടല്ലോ അല്ലെങ്കിൽ $1000 എൻ്റെ അക്കൗണ്ടിലുണ്ടല്ലോ,
അതെന്തായാലും ഇന്ത്യ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. സോ അതുകൊണ്ട് 1000 രൂപ പോയാലും പ്രശ്നമൊന്നുമില്ല എന്ന രൂപത്തിൽ നമ്മൾ ആ പൈസ അയച്ചു കൊടുക്കും. ആ പൈസ അവിടെ എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അങ്ങനെ ഒരു സൈറ്റ് തന്നെ പിന്നീട് ഉണ്ടാവില്ല, നമുക്ക് ആ പൈസ തിരിച്ചു കിട്ടുകയുമില്ല. ഇത്തരത്തിൽ ഒരുപാട് സ്കാമുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എത്ര വാർത്തകൾ വന്നാലും ആരൊക്കെ കുടുങ്ങി എന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾ അത് മനസ്സിലാക്കില്ല, വീണ്ടും ഇവരുടെ ചതിയിൽ ചാടിക്കൊടുക്കും. അപ്പൊ നമ്മൾ ആദ്യം ഈ വീഡിയോ അവസാനം വരെ കാണുന്ന ആളുകളോട് പറയാനുള്ളത് ഒരു കാര്യം ഓർമ്മിക്കുക, പണിയെടുക്കാതെ കൃത്യമായ മാർഗങ്ങൾ ഉപയോഗിക്കാതെ വളഞ്ഞ വഴിയിലൂടെ ആരും നമുക്ക് പണം തരില്ല. ഈ രാജ്യം അനുവദിച്ചിട്ടുള്ള, നമ്മുടെ നിയമം അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രം പണം സമ്പാദിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ സേഫ് ആയിരിക്കും. ഇത്തരം സ്കാമുകൾ ഇവരുടെ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ കേട്ട് ചെന്ന് കഴിഞ്ഞാൽ അവസാനം ഉള്ള കാശും നമ്മുടെ മൊബൈലിലെ മുഴുവൻ ഡേറ്റുകളും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എന്തായാലും നമുക്ക് പുതിയൊരു വിഷയമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.